കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലുള്ള മാതളങ്ങ പറ്റി ഒരു കുട്ടി കഥ കേൾക്കാൻ പോയാലോ? ഇതാണ് മാതളങ്ങ. ഇതിൻ്റെ ഇല കണ്ടില്ലേ, നല്ല നീളമുണ്ട്. കണ്ടില്ലേ, പശ വെച്ച് ഒട്ടിച്ച പോലെ കമ്പുകൾ ഇരിക്കുന്നത്. കൂടെ മൈലാഞ്ചിയുടെ ഇല കണക്ക് നീണ്ടും കുഞ്ഞും എല്ലാം ഉണ്ട് ഇതിൽ. കണ്ടോ, ഇതിൻ്റെ മുട്ടുകൾ കണ്ടോ നിങ്ങൾ? ഇത്ര കുഞ്ഞാ. അത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നീളമൊക്കെ വെച്ച് ഇത്തിരി വിരിയാൻ തുടങ്ങും. പിന്നെ ഈ ഓറഞ്ച് ഡാർക്ക് കളർ കണ്ടോ, അത് വിരിഞ്ഞ് ഇതളൊക്കെ നല്ല രസമായിട്ട് വരും. ഇതിന് ശേഷമുള്ള ഇതാണ് ഈ പൂ. കണ്ടില്ലോ, മാതളങ്ങയുടെ പൂ ആ മേൽഭാഗം പോലെയല്ലേ ഒക്കെ ഇരിക്കുന്നത്. നല്ല രസമാണ്. കണ്ടോ, ഓറഞ്ച് ഡാർക്ക് കളർ ഇതളുകൾ. കണ്ടോ, ഇത്ര കുഞ്ഞൻ മാതളങ്ങയാവും ഇത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ വന്ന് കുഞ്ഞൻ മാതളങ്ങകൾ കണ്ടോ. അതിനുശേഷം ഇത്ര വലിയുള്ള മാതളങ്ങകളാവും. അതിനുശേഷം ഇച്ചിരി കൂടി ഇത്ര ആവും. കണ്ടോ, ഈ മാർച്ച് മാസത്തെ എത്ര മാതളങ്ങക്കായ. അപ്പം എനിക്ക് കഴിക്കാനും കുറേ മാതളങ്ങ കിട്ടത്തില്ലേ? ഇത്രയും നല്ല മാതളങ്ങകൾ. ഈ ഒരു മാതളങ്ങ ചെടീൻ്റെ കൂടെ ഒരു പയർ ചെടിയും കൂടി നട്ടു വെച്ചിരിക്കുന്നു. രക്തശുദ്ധീകരണിയായും എനർജി ലെവൽ നിലനിർത്താനും മാതള നാരങ്ങ അതിൻ്റെ ജ്യൂസുകളും വളരെയധികം പ്രയോജനകരമാണ്. ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് ധമനി ഭിത്തികളുടെ കട്ടി കൂടുന്നത് തടയാനും ഇത് സഹായകമാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള മാതള നാരകം ഹാർട്ട് ഹെൽത്തിനും ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസുമുണ്ട്. ഇത് കൂടാതെ സ്കിന്നിനും ഹെയറിനും ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. മാതള നാരങ്ങയുടെ ജന്മദേശം പേർഷ്യയാണ്, ഇന്നത്തെ ഇറാൻ, ഇറാഖ് ഉൾപ്പെടുന്ന ഭാഗം. എന്നാൽ ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ധാരാളം രാജ്യങ്ങളിൽ മാതളങ്ങ കൃഷി ചെയ്തു വരുന്നു. ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയാണ് മാതള നാരകത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകർ. പഴമായും ജ്യൂസായും സാലഡുകളായും മാതളങ്ങ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ ദാതിമ എന്നറിയപ്പെടുന്ന മാതള നാരങ്ങയുടെ പോഷകങ്ങളുടെ ഒരു നിധിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.